തന്ത്രി മീട്ടി ഞങ്ങൾ പാടുമീശ്വരങ്ങൾ കീർത്തനങ്ങളാകണേ ചൂടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ കുഞ്ഞു വീടിനുൾത്തടങ്ങൾ സ്വർഗമാകണേ അമ്മ നൽകുമുമ്മ പോലും അമൃതമാകണേ പൂർണ്ണമീച്ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ ഹൃദയരാഗ തന്ത്രി മീട്ടി. ആചാര്യനുസ്മരണം. അഭിവന്ദനം അഭിവന്ദനമാചാര്യ സ്മരണയ്ക്കടിയങ്ങളെ അഭിവന്ദൻ നറുപുഷ്പദളങ്ങൾ അഭിരാമ സമുദ്ധാരണ യജ്ഞങ്ങൾ കൊണ്ടും അകലങ്ങൾ ത്യാഗത്തിൻ സ്ഫുരണങ്ങൾ കൊണ്ടും അലസതൻ സുഖനിദ്രയിലാറാടിയ നായർ കവിടുത്തെ ജീവിതമൊരു മാതൃകയായി തീർന്നു. ഇരുൾ മൂടിയൊരീ നാടിനിടനാഴികൾ തോറും തിരിവെട്ടം തെളിയിക്കാൻ അവിടുന്നു ശ്രമിച്ചു. തിരിവെട്ടം തെളിയിക്കാൻ അവിടുന്നു ശ്രമിച്ചു. തിരിവെട്ടം തെളിയിക്കാൻ അവിടുന്നു ശ്രമിച്ചു. Thank you, dear Rashmi, for the sweet, mellifluous invocation. Now I invite Shri Shambhu R to give the welcome address. Good morning, everyone. Sir, am I audible enough? Yes, sir. Yes, sir. Hello. Yeah. Okay, good morning, everyone. We are all gathered here in this digital space to commemorate Dr. K Ayyappa Paniker and to carry his legacy forward in whatever small but significant ways we can. First of all, I welcome the principal of NSS College, Pandalam, Dr. Venugopal S, to this webinar. He is a person who lends his wholehearted support to all the endeavors of the department. Next, I welcome the resource person of the day, the former principal of our college, and the HOD of the Department of English prior to that, Dr. K Unnikrishnan, who is something of an authority on Gandhian philosophy, a lover of Jiddu Krishnamurti and the pleasures of a bucolic life, especially the kind of nostalgia cows and their tending evoke. Dr. Unnikrishnan has never failed to provide his insightful observations on literary as well as cultural topics. Next, I welcome the HOD of the department, Dr. J. Anjana, whose tireless striving and ebullient enthusiasm has widened the scope of the literary activities of the department. Next, I welcome my dear colleagues and friends. Now I welcome all the teachers from the other departments who have gathered here. And last but not least, I welcome my dear students, whom I believe will benefit a lot from this session. Though offering a welcome entails a kind of hierarchy of invocations, I hope the oneness of our minds is strong enough to overcome all such stratifications and enter jointly the portals of this webinar. Thank you. Thank you, Shambhu. These words of eloquence are always a gift for our department. I invite Dr. Venugopal sir, the principal NSS College, Pandalam, to inaugurate this webinar. Thank you, sir. Sir, kelkamo? Audible? Yes, sir. Yes, sir. Thank you. Good morning to all. English Department Medhavi, Dr. Anjana, അതേപോലെ ഇന്നത്തെ ഈ വെബിനാറിൻ്റെ റിസോഴ്സ് പേഴ്സൺ ആദരണീയനായ എൻ്റെ പ്രിൻസിപ്പാളും നമ്മുടെയൊക്കെ മുൻ പ്രിൻസിപ്പളും ഒക്കെ ആയിരുന്നു ഡോക്ടർ
ഡോക്ടർ ഉണ്ണികൃഷ്ണൻ സാർ, അതുപോലെ തന്നെ മറ്റ് അധ്യാപക ഡിപ്പാർട്ട്മെന്റിലെ മറ്റ് അധ്യാപക സുഹൃത്തുക്കളെ, അതർ ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകര്, അതുപോലെ തന്നെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികള്, കഴിഞ്ഞ ദിവസം അഞ്ജന ടീച്ചർ എന്നോട് പറഞ്ഞു ഇത്തരത്തിലുള്ള ഒരു വെബിനാർ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ഞാൻ ചോദിച്ചു, ഞാൻ അതിനകത്ത് പങ്കെടുക്കണോ എന്ന് ചോദിച്ചു. കാരണം സാഹിത്യമൊക്കെയായി ബന്ധമുള്ള ഒരു വെബിനാറാണ് എന്ന് പറയുമ്പം ടീച്ചർ പറഞ്ഞു സാർ തീർച്ചയായും പങ്കെടുക്കണം. നമ്മുടെ ഉണ്ണികൃഷ്ണൻ സാറാണ് റിസോഴ്സ് പേഴ്സൺ എന്ന് പറഞ്ഞു. ഇവിടെ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. സാറിനെ കണ്ടിട്ട് ഒത്തിരി കാലമായി. ഓൺലൈൻ മാധ്യമത്തിലൂടെ സാറിനെ ഒന്ന് കാണാം, അതുപോലെ തന്നെ സാറിൻ്റെ ഒരു പ്രഭാഷണം കേൾക്കാം എന്നുള്ളൊരു വളരെ സന്തോഷം തോന്നി. അപ്പോൾ എന്നെ ഇൻവൈറ്റ് ചെയ്തതിന് എനിക്ക് വളരെ അധികം സന്തോഷവും, അതുപോലെ തന്നെ ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിനോട് വളരെയധികം നന്ദിയുണ്ട്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു വെബിനാർ അതായത് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെ പല പ്രവർത്തനങ്ങളും, അതായത് ലിറ്ററേച്ചറുമായി ബന്ധപ്പെട്ട് മലയാള സാഹിത്യവും ഇംഗ്ലീഷ് സാഹിത്യവും തമ്മിൽ ജോയിൻ ചെയ്യിക്കുന്ന, അല്ലെങ്കിൽ ജോയിൻ്റായിട്ട് രണ്ടിനും ഒരേ രീതിയിൽ കൊണ്ടുപോകുന്ന ഒരു രീതി, അല്ലെങ്കിൽ അവിടുത്തെ ആ ഒരു കാര്യങ്ങളൊക്കെ നന്നായി നടക്കുന്നുണ്ട്. അതിന് ഞാൻ അഞ്ജന ടീച്ചറെയും അതുപോലെ തന്നെ മറ്റ് സഹ അധ്യാപകരെയും ഈ അവസരത്തിൽ ഇങ്ങനെ അഭിനന്ദിക്കുന്നു. ഇന്ന് വളരെയധികം കാലികമായ ഒരു വിഷയമാണ് നമ്മുടെ ഇവിടെ ഈ വെബിനാറിന് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പം ഡോക്ടർ അയ്യപ്പ പണിക്കരെ കുറിച്ചുള്ള ഓർമ്മ പുതുക്കലും അദ്ദേഹം മലയാള ഇംഗ്ലീഷ് സാഹിത്യത്തിന് നൽകിയ സംഭാവനകൾ അദ്ദേഹത്തെ ഒന്ന് ഓർത്തെടുക്കുക എന്നുള്ളത്. അപ്പം അദ്ദേഹത്തിൻ്റെ ചരമദിനം ഓഗസ്റ്റ് 23 കഴിഞ്ഞു. 2006 ഓഗസ്റ്റ് 23 കഴിഞ്ഞു. ഈ അവസരത്തിൽ അദ്ദേഹത്തെ പറ്റി ഓർത്തെടുക്കുക, അത് കേരളത്തിൻ്റെ പ്രത്യേകിച്ച് കുട്ടനാടിൻ്റെ ഒരു സംഭാവന, കവി, അതുപോലെ സാഹിത്യ സൈദ്ധാന്തികൻ, അധ്യാപകൻ, സിനിമാ സംവിധായകൻ, അതുപോലെ തന്നെ സിനിമാ ഗാനങ്ങൾ ഒക്കെ എഴുതിയ വ്യക്തി, അങ്ങനെ നാടക അവതരണം, അങ്ങനെ കലയുടെ സാഹിത്യത്തിൻ്റെ ഒരു നിറടമായിരുന്ന ഒരു അമൂല്യ പ്രതിഭയെ ഓർത്തെടുക്കാനും, അതുപോലെ തന്നെ നമ്മുടെ മലയാള കവിതകളെ ലോകോത്തരമാക്കി തീർക്കുന്നതിനുമൊക്കെ കഴിഞ്ഞ ആദരണീയനായ ഒരു വ്യക്തിത്വത്തെ ആദരിക്കുന്ന, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാഹിത്യ പ്രവർത്തനങ്ങളെ ഒക്കെ ആദരിക്കാനുള്ള ഒരു ചടങ്ങായിട്ട് തന്നെ നമുക്ക് ഈ വെബിനാറിനെ കരുതാം. ഞാൻ ഇത്തരം കാര്യങ്ങളൊന്നും പറയാൻ ഞാൻ സർവാത്മന യോഗ്യനല്ല. എന്നിരുന്നാലും നമുക്ക് വളരെ മഹനീയമായ ഉണ്ണികൃഷ്ണൻ സാർ ഈ വെബിനാറിൽ വന്നതോടുകൂടി നമ്മളെ സംബന്ധിച്ച് വളരെ ഒരു വളരെ ഒരു സന്തോഷവും, സാറിനെ പറ്റി ശംഭു സാർ പറഞ്ഞിരുന്നു. എനിക്ക് സാറിനെ പറ്റി വളരെ നന്നായി അറിയാം. കാരണം സാറിൻ്റെ കൂട്ടത്തിൽ കുറച്ച് നാള് എനിക്ക് സാർ പ്രിൻസിപ്പളായി വന്നതിന് ശേഷം സാറിനോട് ഒരു 6 മാസത്തോളം അല്ലെങ്കിൽ 7 മാസത്തോളം സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാനും സാറിൻ്റെ പ്രവർത്തനങ്ങൾ പ്രിൻസിപ്പൾ എന്നുള്ള നിലയിലൊക്കെ നോക്കി പഠിക്കാനും ഒക്കെ എനിക്ക് സാധിച്ചു. അതെൻ്റെ ഈ ഔദ്യോഗിക ജീവിതത്തിൽ, അതായത് പ്രിൻസിപ്പളായതിനു ശേഷമുള്ള ജീവിതത്തിൽ എനിക്ക് ഒത്തിരി സഹായം ചെയ്തിട്ടുണ്ട്. അതിലെടുത്തു പറയാവുന്ന ഒരു വലിയൊരു കാര്യം കൂടെ ഞാൻ ഈ അവസരത്തിൽ പറയുന്നു. സാറിൻ്റെ ആ ഗാന്ധിയൻ തത്വങ്ങളെ പലപ്പോഴും നമുക്ക് പ്രചോദനമായിട്ടുണ്ട്. എന്തു പറഞ്ഞാലും എന്ത് പ്രകോപിതനായി നമ്മളെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാലും, നമ്മളെ എന്തു പറഞ്ഞാലും നമ്മളത് വളരെ വളരെ ഒരു ചില സമയത്ത് തോന്നും നമുക്ക് നിസ്സംഗതയാണെന്ന് തോന്നും. പക്ഷെ എന്നിരുന്നാലും ആ ഒരു മൗനം, അല്ലെങ്കിൽ ആ ഒരു കാഴ്ചപ്പാട് പ്രിൻസിപ്പൾ എന്നുള്ള നിലയിലൊക്കെ നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്തിട്ടുണ്ട് എന്ന് ഈ അവസരത്തിൽ സാറിൻ്റെ അറിവിലേക്കായി ഞാൻ പറയുകയാണ്. അതുപോലെ തന്നെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. വെബിനാർ നമുക്ക് ഒത്തിരി സാറിൻ്റെ പുതിയ കാഴ്ചപ്പാടുകളും, അതുപോലെ തന്നെ ഈ
മഹാനായ മൺമറഞ്ഞ കവിയുടെ കാഴ്ചപ്പാടുകളും ഒക്കെ നമ്മളിലേക്ക് എത്തിച്ചു തരും എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. അതുപോലെ തന്നെ ഈ വെബിനാർ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നതോടൊപ്പം ഇതൊരു മഹത്തായ സന്ദേശം നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ യുവതലമുറയ്ക്ക് ഉണ്ടാകട്ടെ എന്നും ആശംസിച്ചുകൊണ്ടും ഉണ്ണികൃഷ്ണൻ സാറിന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നേർന്നുകൊണ്ടും ഈ കോവിഡ് കാലത്തെ നമുക്ക് മറികടക്കാൻ ആത്മധൈര്യവും അതുപോലെ മനസ്സും ഉണ്ടാകണേ എന്ന് സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ടും നിർത്തുന്നു. എല്ലാവിധ ആശംസകളും. താങ്ക് യു സോ മച്ച്. Thank you very much, sir, for your nice words. Now I invite Adira of 2nd May to introduce Dr. K Ayyappa Paniker. ഡോക്ടർ കെ അയ്യപ്പ പണിക്കർ ആധുനികതയെ മലയാള സാഹിത്യ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുകയും ഒപ്പം മലയാള കവിതയെ ആധുനികതയിലേക്ക് കൈപിടിച്ച് നടത്തുകയും ചെയ്തവരിൽ ഡോക്ടർ അയ്യപ്പ പണിക്കർ അറിയപ്പെടുന്നത്. 1930 സെപ്റ്റംബർ 12 ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് താലൂക്കിൽ കാവാലംകരയിലായിരുന്നു അയ്യപ്പ പണിക്കരുടെ ജനനം. അച്ഛൻ ഇ നാരായണൻ നമ്പൂതിരി, അമ്മ എം മീനാക്ഷിയമ്മ. കാവാലം ഗവൺമെന്റ് പ്രൈമറി സ്കൂൾ, NSS മിഡിൽ സ്കൂൾ, മങ്കൊമ്പ്, അവിട്ടം തിരുനാൾ ഹൈസ്കൂൾ എന്നിവിടങ്ങളിലായി സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിലായിരുന്നു ബിരുദ പഠനം. അമേരിക്കയിലെ ഇന്ത്യാന സർവകലാശാലയിൽ നിന്നും MA, PhD ബിരുദങ്ങൾ നേടി. കോട്ടയം CMS കോളേജിൽ 1 വർഷത്തെ അധ്യാപക വൃത്തിക്ക് ശേഷം 1952 തിരുവനന്തപുരം MG കോളേജിൽ എത്തി. ദീർഘകാലം ഇവിടെയായിരുന്നു അധ്യാപന ജീവിതം. പിന്നീട് കേരള സർവകലാശാലയുടെ ഇംഗ്ലീഷ് വിഭാഗം മേധാവിയായും പ്രവർത്തിച്ചു. നിരന്തരമായ നവീകരണത്തിലൂടെ അദ്ദേഹം മലയാള കവിതയെ ലോകശ്രദ്ധയിലേക്ക് നയിച്ചു. ഒട്ടേറെ വിശ്വസാഹിത്യ സമ്മേളനങ്ങളിൽ മലയാളത്തെ പ്രതിനിധീകരിച്ച അദ്ദേഹം മലയാള സാഹിത്യത്തിൽ ആഗോള പതിപ്പായിരുന്നു. പ്രഗത്ഭനായ അധ്യാപകൻ, വിമർശകൻ, ഭാഷാ പണ്ഡിതൻ എന്നീ നിലകളിലും ശ്രദ്ധേയനായിരുന്നു. നാടകം, ചിത്രരചന, സിനിമ തുടങ്ങിയ മാധ്യമങ്ങളിലും സാന്നിധ്യമായിരുന്നു. 1960 പ്രസിദ്ധീകരിച്ച അദ്ദേഹത്തിന്റെ കുരുക്ഷേത്രം എന്ന കവിതയാണ് ആധുനിക മലയാള കവിതയുടെ ആധാരശിലയായി കണക്കാക്കപ്പെടുന്നത്. അയ്യപ്പ പണിക്കരുടെ കൃതികൾ, അയ്യപ്പ പണിക്കരുടെ ലേഖനങ്ങൾ, കാർട്ടൂൺ കഥകളും മഹാരാജ കഥകളും, ഗോത്രായനം, പൂച്ചയും ഷേക്സ്പിയറും, സൗത്ത് ബൗൺ, കുടുംബ പുരാണം, പൂക്കാതിരിക്കാൻ എനിക്കാവതില്ല, മൃത്യുപൂജ, പുരൂരവസ് എന്നിവയാണ് പ്രധാന കൃതികൾ. അദ്ദേഹത്തിന്റെ ഓരോ കവിതയും മലയാള കവിതയെ നവീന ഭാവുകത്തിലേക്ക് നയിച്ചു. മലയാള കവിതയെ ലോകശ്രദ്ധയിൽ കൊണ്ടുവരാൻ അദ്ദേഹം നിരന്തരം പരിശ്രമിച്ചു. ഒരേ സമയം കവിയും സാഹിത്യ സൈദ്ധാന്തികനുമായിരുന്നു അദ്ദേഹം. സരസ്വതി സമ്മാൻ, കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ആശാൻ പ്രൈസ്, മഹാകവി പന്തളം കേരളവർമ്മ പുരസ്കാരം, ഒറീസയിൽ നിന്നുള്ള ഗംഗാധർ മെഹർ അവാർഡ്, മധ്യപ്രദേശിൽ നിന്നുള്ള കബീർ പുരസ്കാരം, ഭാരതീയ ഭാഷാ പരിഷത്തിന്റെ ദിൽവാര പുരസ്കാരം എന്നിവയുൾപ്പെടെ പല പുരസ്കാരങ്ങളും ലഭിച്ചു. 2004 ഡോക്ടർ അയ്യപ്പ പണിക്കരെ രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു. കവിതയും ചിന്തയും ഒഴുകി ജീവിച്ച ഡോക്ടർ അയ്യപ്പ പണിക്കർ 2006 ഓഗസ്റ്റ് 23 തിരുവനന്തപുരത്ത് അന്തരിച്ചു. താങ്ക് യു സർ. Thank you very much, Adira, for your nice presentation. Now we can go through some of the important shades in Ayyappa Paniker's life with a PowerPoint presentation.
Thank you, sir. Now we move on to the important section of the day. It's my pleasure to invite Dr. K Unnikrishnan, sir, a man of simple but gentle words. I warmly welcome you, sir, to give the presidential address. Dr. Anjana, Head of the Department of English, my friends and my students. I will begin my sharing of thoughts by reading out from an editorial in the recently published Madhrubhumi Weekly. It's about Ayyappa Paniker. Permit me to read this. ആധുനിക മലയാള കവിതയെ ജ്ഞാനസ്നാനം ചെയ്യിച്ച കവികളിൽ പ്രധാനി, അതിവിസ്തൃതവും അത്യഗാധവുമായ ലോക കവിതയിലൂടെ ഈ കൊച്ചു ഭാഷയുടെ കപ്പലോടിച്ച ധീരനായ നായകൻ, സമകാലീന ലോക കവിതയുടെ ഭാവുകത്വത്തെ കേരളത്തിന് പരിചയപ്പെടുത്തിയ സാഹിത്യ വിമർശകൻ, ആധുനികവും ഉത്തരാധുനികവുമായ സാഹിത്യ സിദ്ധാന്തങ്ങളുടെ മർമ്മജ്ഞൻ, നാടകമടക്കമുള്ള രംഗകലകളുടെ പരിപോഷകൻ, സാഹിത്യ ഗവേഷകൻ, വിവർത്തകൻ. ഇങ്ങനെ പോകുന്നു അയ്യപ്പ പണിക്കർ സാറിനെ പറ്റി സാറിന്റെ ജന്മദിനത്തിൽ മാതൃഭൂമി ആഴ്ചപ്പതില് പരാമർശിച്ചിരിക്കുന്ന വാക്കുകൾ. ഈ ഇഷ്യൂവിൽ തന്നെ ഡോക്ടർ KS രവികുമാർ ഒരു ലേഖനം എഴുതിയിട്ടുണ്ട്. അതിൽ പന്തളം NSS കോളേജിനെ പരാമർശിക്കുന്നുണ്ട്. പന്തളം NSS കോളേജിന്റെ ജൂബിലി വർഷത്തിൽ പണിക്കർ സാറ് ആ കോളേജിൽ വന്നതിനെ പറ്റിയും ആ അനുഭവങ്ങളെയും പറ്റുമൊക്കെ ഡോക്ടർ KS രവികുമാർ ഈ ആഴ്ചപ്പതിപ്പിലെ ലേഖനത്തിൽ പരാമർശിക്കുന്നുണ്ട്. ഞാൻ ഓർക്കുന്നു, പിന്നീടും ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിന്റെ ഇൻവിറ്റേഷന്റെ അടിസ്ഥാനത്തില് പിന്നീട് അയ്യപ്പ പണിക്കർ സാർ ഒരിക്കല് ഒന്നല്ല 2 തവണ കോളേജിൽ വരികയും അധ്യാപകരോടും വിദ്യാർത്ഥികളോടും സംവദിക്കുകയും ചെയ്തിരുന്നു. ഇക്കാര്യങ്ങളെല്ലാം ഞാൻ ഇപ്പോൾ ഓർക്കുകയാണ്. ഈ ഒരു സംരംഭം പണിക്കർ സാറിന്റെ 90 വയസ്സ് പൂർത്തിയാകുന്ന ഈ ദിനത്തിൽ ഇങ്ങനെ ഒരു സംരംഭത്തിന് തയ്യാറായതിന് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിനെ അനുമോദിക്കുന്നു. പ്രത്യേകിച്ചും ഇതിൽ സജീവമായി പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നു. എൻ്റെ ചോക്ക് ലിറ്ററേച്ചർ, അയ്യപ്പ പണിക്കർ, ഹിസ് ലിറ്ററേച്ചർ ആൻഡ് ഹിസ് ലെഗസി എന്നുള്ളതാണ്. ഈ 10 പ്രധാനപ്പെട്ട അദ്ദേഹത്തിന്റെ ലെഗസികൾ, അത് ലെഗസി എന്ന് പറഞ്ഞാൽ ഇൻഹെറിറ്റൻസ് ആണ്. അദ്ദേഹം നമുക്ക് എന്ത് തന്നിട്ടാണ് പോയത്, നമുക്കിനി എന്താണ് പണിക്കർ സാറിന്റെ ആ സംഭാവനകളിൽ നിന്ന് സാഹിത്യ വിമർശകരെന്നുള്ള നിലയിൽ, സാഹിത്യ അധ്യാപകരെന്നുള്ള നിലയിൽ, വിദ്യാർത്ഥികൾ എന്നുള്ള നിലയിൽ നമുക്ക് അദ്ദേഹം കാണിച്ചു തന്ന വെളിച്ചത്തിൽ നിന്ന് ഏത് തരത്തിലാണ് മുൻപോട്ട് പോകേണ്ടത് എന്ന് ചിന്തിക്കുവാനുള്ള ഒരു നല്ല അവസരം തന്നെയാണിത്. അദ്ദേഹത്തിന്റെ ലെഗസി, ഈ ലെഗസിയെ പറ്റി വളരെ ബ്രീഫായിട്ട് ഒന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ ഈ ജന്മദിനത്തിൽ ഒരു ചെറിയ ബ്രീഫായിട്ടുള്ള ഒരു പേപ്പറും ഞാൻ പ്രസന്റ് ചെയ്യുന്നതായിരിക്കും. ആ പേപ്പറിന്റെ ടൈറ്റില് ബിയോണ്ട് തിയറി, ഇൻട്രോഗേറ്റിംഗ് ക്ലാസ് റൂം ഡിസ്കോഴ്സസ് എന്നുള്ളതാണ്. ഞാൻ അതിലേക്ക് പിന്നീട് വരാം. അപ്പോൾ പണിക്കർ സാറിന്റെ T.S. എലിയട്ട് എന്താണോ ഇംഗ്ലീഷ് സാഹിത്യത്തിൽ സംഭാവന ചെയ്തത്, അതേ സംഭാവനകളാണ് മലയാള സാഹിത്യത്തിന് സാർ നൽകിയത് എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. മലയാളത്തിന്റെ T.S. എലിയട്ടാണ് അയ്യപ്പ പണിക്കർ സാർ എന്ന് നമുക്ക് പറയാം. വിവർത്തകനാണ്, കവിയാണ്, അദ്ദേഹം വിമർശകനാണ്, സാഹിത്യ സൈദ്ധാന്തികനാണ്, ഇങ്ങനെ പലതരത്തിലും വളരെ കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ലൈഫ് ലോങ് കൺസിസ്റ്റൻസി ഇൻ ദി
in his spirit of modernity. അതാണ് അദ്ദേഹം നമുക്ക് തന്നിട്ട് പോയ ആദ്യത്തെ ഘടകം. Lifelong consistency in his spirit for modernity and his zeal for experimentation in poetry. അദ്ദേഹം ഒരിക്കലും ഒരിടത്ത് നിന്നില്ല, അന്വേഷണം തുറന്നുകൊണ്ടേയിരുന്നു. ആധുനികതയിൽ ആരംഭിച്ച് ഉത്തരാധുനികതയിൽ അഭിരമിച്ച ഒരു കവിയായിരുന്നു അദ്ദേഹം. He refused to be a part of any particular school. You simply cannot label him that he is this and this and this. His moorings in Bharatiya literature it's very strong, and you can see this contribution in numerous ways. He was the editor of Indian medieval literature anthologies, 2 volumes by the Kendriya Sahitya Academy. He was the editor of numerous other volumes on Indian language literature. He was an authority on Indian language literature, both ancient and modern. I will speak more about his contribution to literary criticism and his devotion to all kinds of poetry, including that of the budding poets. His continuous sincere support to all kinds of experimentation in poetry was very, very laudable. For example, he was instrumental in bringing out the collection of poems Kerala Kavita. He was the first editor. For a long time he was the editor, and it's only when he went to Yale University for his postdoctoral studies that Sachidanandan came to be the editor of Kerala Kavita. Kerala Kavita was a substantial milestone in transforming Malayalam poetry into the domain of modernity. Another legacy, another feature of his poetry, which I think is very important, is his dark humor, or you could call it black humor, which pierces your ego, and it hurts, and it prompts you to think again and again. I will give you a small example of this kind of pungent humor. I will read out that poem to you. I have heard him reading this out to the audience when he was attending a seminar in Thunyaloga, Mysore, in the presence of that renowned critic, C.D. Narasimhaya. There were 20, 25, 30 scholars from all around India, and he was asked to recite a poem. He came there to talk, but when he was asked to recite a poem, he always succumbs, because he loves poetry and he loves reciting poetry. Even if it is late for him, it's his weakness. You ask him to recite poetry, he will immediately do that. He will not say no. And in this seminar also at Thunyalaga, Mysore, he was asked to recite. He smiled and then started reading the poem in Malayalam. And I was the only Malayali attending the conference. I will read out the poem for you. എനിക്ക് ഒരു കുഞ്ഞാട് ഉണ്ടായിരുന്നു, നല്ല സ്നേഹമുള്ള കുഞ്ഞാട്, നല്ല അഴകുള്ള കുഞ്ഞാട്, നല്ല സ്നേഹമുള്ള കുഞ്ഞാട്, നല്ല അഴകുള്ള കുഞ്ഞാട്, വേവിച്ചപ്പോൾ നല്ല രുചി. അവിടെ ഇരുന്ന് ഞെട്ടിപ്പോയി. ഈ അവസാന വരിയുടെ ട്വിസ്റ്റ് കേട്ടപ്പോൾ ഞെട്ടിപ്പോയി. ഇത് കാപട്യത്തിന് മേലുള്ള തങ്ങൾ മനുഷ്യനെ സ്നേഹിക്കുന്നവനാണ് എന്ന് പറയുകയും, എന്നാൽ മനുഷ്യ സ്നേഹത്തിന്റെ അംശങ്ങൾ വാക്കിലും
മാത്രം ഒതുങ്ങുകയും അത് പ്രവൃത്തിയിൽ ഇല്ലാതിരിക്കുകയും ചെയ്യുന്ന ഈ കപടനാട്യത്തിനെ പറ്റി, അത് ഏത് മേഖലയിലായിട്ടും അത് ഉണ്ടാവാം. ഈ കപടനാട്യം അത് സമൂഹത്തിലെ ഒരു നിലയിൽ മാത്രമല്ല, സാമൂഹ്യ പ്രവർത്തനത്തിൽ മാത്രമല്ല, രാഷ്ട്രീയത്തിൽ മാത്രമല്ല, സാഹിത്യ സിദ്ധാന്തങ്ങളിൽ മാത്രമല്ല, അത് എവിടെയും ഓൾ പെർവേഡിങ് ആയിട്ടുള്ള ഒരു പ്രശ്നമാണ് ഈ പറയുന്ന ഹിപ്പോക്രസി. ആ ഹിപ്പോക്രസിയെ സൂചിപ്പിച്ചുകൊണ്ടുള്ള ആ വാക്കുകൾ, ഇത് നമ്മൾ സ്വാഭാവികമായിട്ടും മേരി ഹാഡ് എ ലിറ്റിൽ ലാം എന്നുള്ള ആ വരികള് സ്വാഭാവികമായിട്ടും നമ്മൾ ഓർത്തു പോകും. അദ്ദേഹം അത് വളരെ ഈണത്തിലാണ് അത് ചൊല്ലുന്നത്. അദ്ദേഹത്തിൽ നിന്ന് തന്നെ അത് കേൾക്കുമ്പോൾ നമ്മൾ ആ ഓഡിയൻസ് അവരെ ഞെട്ടിത്തരിച്ചിരുന്നു അതിന്റെ ട്രാൻസ്ലേഷൻ കേട്ടപ്പോഴെന്നുള്ളതാണ് അതിനകത്തെ ഒരു അനുഭവം ഞാനൊന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ വൃത്തത്തെ ലംഘിക്കുന്ന കവിതകൾ, അദ്ദേഹത്തിന്റെ ഗദ്യ കവിതകൾ, അദ്ദേഹത്തിന്റെ കാർട്ടൂൺ കവിതകൾ, ഇതെല്ലാം പരീക്ഷണങ്ങളായിരുന്നു. ലിംഗ്വിസ്റ്റിക് എക്സ്പെരിമെന്റേഷൻ ഇൻ ലാംഗ്വേജ്, അതാണ് പറഞ്ഞത്. എപ്പോഴും സ്വയം നവീകരിച്ചു കൊണ്ടേയിരുന്ന ഒരു കവിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ടാണ് അദ്ദേഹത്തിനെ നമുക്ക് ലേബൽ ചെയ്യാനായിട്ട് പറ്റാതിരുന്നത്. അപ്പൊ ഞാനൊരു ചെറിയ കുട്ടികൾക്ക് വേണ്ടിയിട്ട്, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ എന്താണ് ഇതിനകത്ത് കാർട്ടൂൺ കവിത എന്ന് ഞാൻ പറഞ്ഞു. എന്താണ് ഈ കാർട്ടൂൺ കവിത എന്നത് ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാണ്. നിങ്ങൾ ഒരു പേജ് സങ്കല്പിക്കുക. ആ പേജില് ഒരു വരി, പേജിലെ കവിതയുടെ വരി മുകളിൽ ലെഫ്റ്റ് എൻഡിൽ മുകളിൽ നിന്ന് തുടങ്ങി താഴോട്ടൊരു മാല പോലെയാണ് അത് ടൈപ്പ് ചെയ്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. ഒരു മാല പോലെ ടൈപ്പ് ചെയ്തിരിക്കുക. ഓരോ വരികളും ഒരു മാലയുടെ ഡിസൈനില് ഒരു പേജിൽ നിറയെ ടൈപ്പ് ചെയ്തിരിക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ഇനിയും അത് ഒരൊറ്റ വരി പോയമാണ്. ആ വരി പേജ് തുടങ്ങുന്നിടം മുതൽ അവസാനിക്കുന്നിടം വരെ ആ ഒറ്റ വരി ആവർത്തിച്ചിരിക്കുകയുമാണ്. ഇനിയും ഇത് ഹരിശ്രീ എന്ന് പറയുന്ന കളക്ഷനകത്ത് വന്നതാണ്. അപ്പൊ ഈ കവിത, അദ്ദേഹത്തിന്റെ ഈ കവിത എന്താണെന്ന് ഞാനൊന്ന് ഒന്ന് പറയാം. നിങ്ങളത് ശ്രദ്ധിക്കുക. ഒറ്റ വരിയേ ഉള്ളൂ കവിതയ്ക്ക്. അപ്പൊ അതുകൊണ്ട് ഒരു വരി പറയേണ്ട ആവശ്യമേ ഉള്ളൂ. ഇണ്ടനമ്മാവൻ ഇടങ്കാലിലെ ചെളി വലങ്കാൽ കൊണ്ടു തുടച്ചതും, വലങ്കാലിലെ ചെളി ഇടങ്കാൽ കൊണ്ടു തുടച്ചതും, ഇടങ്കാലിലെ ചെളി വലങ്കാൽ കൊണ്ടു തുടച്ചതും എന്നിങ്ങനെ ഈ ഒരു വരി ആവർത്തിച്ചു പറഞ്ഞു പോവുകയാണ്. എന്താണ് ഇണ്ടനമ്മാവന് പറ്റിയത്? ഇണ്ടനമ്മാവന്റെ കാലിൽ ചെളി പറ്റുന്നു, ചെളിയിലേക്ക് ചവിട്ടുന്നു, വലങ്കാലിൽ ചവിട്ടി, വലങ്കാലിലെ ചെളി ഇടങ്കാലുകൊണ്ട് കഴുകിക്കളയാൻ നോക്കുന്നു, ഇടങ്കാലിലും ചെളിയായി. വീണ്ടും വലങ്കാലുകൊണ്ട് ഇടങ്കാലിൽ ചെളി കളയുവാനായിട്ട് ശ്രമിക്കുന്നു. ഇതൊരിക്കലും സാധിക്കാതെ അത് തുടർന്നേ പോകുന്നു. എന്താണിത്? എന്താണ് ഈ വലങ്കാൽ? എന്താണ് ഈ ഇടങ്കാൽ? ഇതിനെ നമുക്ക് പരസ്പരം പഴിചാരുന്ന, പരസ്പരം ചെളി വാരിയെറിയുന്ന ഇടതുപക്ഷത്തിനെയും വലതുപക്ഷത്തിനെയുമായിട്ട് വേണം രാഷ്ട്രീയമായി വ്യാഖ്യാനിക്കാം. അല്ലെങ്കിൽ അത് ഭർത്താവിനെ കുറ്റം പറയുന്ന ഭാര്യയെയും ഭാര്യയെ കുറ്റം പറയുന്ന ഭർത്താവിനെയുമായിട്ട് വ്യാഖ്യാനിക്കാം. ഏതെല്ലാം ദ്വന്ദ്വങ്ങളിലേക്ക് വേണമെങ്കിലും ഈ വരികളെ നമുക്ക് സമാവേശിപ്പിക്കാനായിട്ട് സാധിക്കും. ഇതിനെയാണ് നമ്മൾ കാർട്ടൂൺ കവിത എന്ന് നമ്മൾ വിവക്ഷിക്കുന്നത്. അപ്പൊ ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന, അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് ഇന്ത്യൻ ലിറ്റററി തിയറി, ഒരു കൗണ്ടർ ഡിസ്കോഴ്സ്, ഇന്ത്യൻ ലിറ്റററി തിയറിയിലൂടെ ഒരു കൗണ്ടർ ഡിസ്കോഴ്സ് ഉണ്ടാക്കുവാനായിട്ട് അയ്യപ്പ പണിക്കർ സാറിന് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്താണ് അദ്ദേഹത്തിന്റെ ഈ ഇന്ത്യൻ ലിറ്റററി തിയറിയിലെ പ്രധാനപ്പെട്ട ഒരു കോൺട്രിബ്യൂഷൻ? അത് വിദ്യാർത്ഥികളെല്ലാം വായിക്കേണ്ട ഒരു പുസ്തകമാണ്. ഇന്ത്യൻ സാഹിത്യ സിദ്ധാന്തം, പ്രസക്തിയും പ്രയോഗവും എന്ന് പറഞ്ഞ് ഒരു പുസ്തകം പണിക്കർ സാറിന്റെ ആയിട്ടുണ്ട്. ഇതില് ഭാരതീയമായിട്ടുള്ള ലിറ്റററി തിയറി അതെന്താണ്, അത് എങ്ങനെ സ്വയം നവീകരിച്ചുകൊണ്ട് ആധുനിക കാലഘട്ടത്തില് ആധുനിക സാഹിത്യ സിദ്ധാന്തങ്ങളിലേക്ക് സമാവേശിപ്പിക്കാം എന്ന് അദ്ദേഹം വളരെ വളരെ ആഴത്തിലുള്ള ഇൻസൈറ്റ്സോടുകൂടി അദ്ദേഹം പരാമർശിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ചില കാര്യങ്ങൾ ഒന്ന് സൂചിപ്പിക്കുകയാണ്. ഭാരതീയ സാഹിത്യ സിദ്ധാന്തം എന്ന് അദ്ദേഹം പറയുന്നത് ഇത് ആരെ പറ്റിയാണ്? ഇതെന്താണ്? നമ്മളുടെ അക്കാഡമിക് രംഗത്ത് നമ്മൾ ഈ പറയുന്ന സാഹിത്യ സിദ്ധാന്തങ്ങളെ പറ്റി പഠിക്കുന്നില്ല എന്നതാണ് ഒരു വാസ്തവം. ഒരു പക്ഷേ സംസ്കൃതം മെയിനായിട്ട് എടുത്ത വിദ്യാർത്ഥികളൊക്കെ പഠിക്കുന്നുണ്ടാവാമായിരിക്കാം. ഇത് ഈ പേരുകളൊക്കെ ചിലർ നമ്മൾ കേട്ടിട്ടുണ്ടാവാം. പക്ഷെ പേരുകൾ കേട്ടാൽ മാത്രം പോരാ, പേരുകൾ
ആ പേരുകൾ, ആ സാഹിത്യാന്തികർ ഏത് കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു എന്നുകൂടി മനസ്സിലാക്കുമ്പോഴേ നമ്മളുടെ ഭാരതീയമായ സാഹിത്യ സിദ്ധാന്തത്തിന്റെ ചരിത്രത്തെ പറ്റി ഒരു ഉൾക്കാഴ്ച ഉണ്ടാവുകയുള്ളൂ. ഭരതൻ 3rd century, തൊൽക്കാപ്പിയാർ തമിഴ് 4th century, ഭർതൃഹരി അസാമാന്യനായ ലിംഗ്വിസ്റ്റീഷ്യനായിരുന്നു. പാണിനിയെ പോലെ തന്നെ ഉള്ള ഭാഷാശാസ്ത്രജ്ഞനായിരുന്നു ഭർതൃഹരി. 5ാം നൂറ്റാണ്ട്. ആനന്ദവർദ്ധനൻ 9ാം നൂറ്റാണ്ട്. ധനഞ്ജയൻ 10ാം നൂറ്റാണ്ട്. കുന്തക 10ാം നൂറ്റാണ്ട്. അഭിനവഗുപ്ത 11ാം നൂറ്റാണ്ട്. അമീർ ഖുസ്ര 11ാം നൂറ്റാണ്ട്. അതിനുശേഷം ഒരു വലിയ ഗ്യാപ്പ് തിയറിയുടെ കാര്യത്തിൽ ഉണ്ടാകുന്നുണ്ട്. പിന്നീട് നമുക്ക് ആ ശ്രീ അരബിന്ദോയെ 19ാം നൂറ്റാണ്ടില് വന്ന ശ്രീ അരബിന്ദോയെ നമുക്ക് ഒരു തിയറിറ്റീഷ്യനായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇത് സംസ്കൃതത്തിലുള്ള ട്രഡീഷനിലുള്ളതാണ്. പക്ഷെ ഈ സംസ്കൃതത്തിലുള്ള ട്രഡീഷനിൽ മാത്രമാണോ നമുക്ക് ലിറ്റററി തിയറീസും ലിറ്റററി കോൺട്രിബ്യൂഷൻസും ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചാൽ അല്ല എന്നതാണ് അതിനകത്തെ വസ്തുത. പല ഭാരതീയ പ്രാദേശിക ഭാഷകളിലും വളരെ ഗഹനമായിട്ടുള്ള സംഭാവനകൾ ഉണ്ടായിട്ടുണ്ട്. ഉദാഹരണത്തിന് പണിക്കർ സാർ തന്നെ എഡിറ്റ് ചെയ്ത മിഡീവിയൽ ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എഡിറ്റ് ചെയ്ത ഒരു വോളിയമുണ്ട്. ആ വോളിയത്തില് മിഡീവിയൽ ഇന്ത്യൻ ലാംഗ്വേജ് ലിറ്ററേച്ചറിനെ പറ്റിയിട്ടുള്ള അത് പരാമർശവും അതുപോലെയുള്ള ട്രാൻസ്ലേഷൻസും, ഒറിജിനൽ വർക്ക്സിന്റെ ട്രാൻസ്ലേഷൻസും ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. ഇത് കേന്ദ്ര സാഹിത്യ അക്കാദമി പബ്ലിഷ് ചെയ്തിട്ടുള്ള ഒരു ബുക്കാണ്. അയ്യപ്പണിക്കർ സാറായിരുന്നു അതിന്റെ എഡിറ്റർ. അതില് 12ാം നൂറ്റാണ്ടില് ഗുജറാത്തി ഭാഷയിൽ എഴുതിയ ഷാലിദ ഭസൂരി എന്ന് പറയുന്ന ഒരു കവിയുടെ കവിത, ദീർഘ കവിത ഈ പുസ്തകത്തിൽ പരാമർശിക്കുന്നുണ്ട്. വിദ്യാർത്ഥികളോട് ഞാൻ ഇതൊക്കെ പറയുന്നത് നമ്മുടെ സമ്പന്നമായ പൈതൃകത്തെ പറ്റി, സാഹിത്യ പൈതൃകത്തെ പറ്റി അറിയുന്നതിന് വേണ്ടിയിട്ടാണ്. വിദ്യാപതി എന്ന് പറയുന്ന 15ാം നൂറ്റാണ്ടിലുണ്ടായിരുന്ന ഹിന്ദി ഭാഷയില് കവിതകൾ എഴുതിയിരുന്ന വിദ്യാപതി, അതുപോലെ കബീർദാസിനെ പോലെ ഉണ്ടായിരുന്ന സാഹിത്യ സംഭാവനകൾ നൽകിയ, ജീവിതവും അതുപോലെ ആയിരുന്ന ശ്രീ രവിദാസ് എന്ന് പറയുന്ന ചമർ കവി 15ാം നൂറ്റാണ്ട്. മാലിക് മുഹമ്മദ് ജൈസി എന്ന് പറയുന്ന 16ാം നൂറ്റാണ്ടിലെ ഒരു പോയിറ്റ് ഉണ്ട്. പത്മാവത് എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന്റെ. പത്മാവത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പത്മാവത് എന്ന ആ ക്വീനെ പറ്റിയിട്ടുള്ള ഒരു വർണ്ണന തന്നെയാണ് ഈ കവിതയിൽ പരാമർശിക്കുന്നത്. അതുപോലെ കർണാടകത്തിലെ വചനകാരന്മാരെ പറ്റി, 12ാം നൂറ്റാണ്ടിലുള്ള വചനകാരന്മാരെ പറ്റിയിട്ടുള്ള ഒരു പരാമർശം. അതിന് വചന പോയറ്റ്സ് ബാസവണ്ണയിൽ തുടങ്ങുന്ന അനേകം പോയറ്റ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ സംഭാവനകളെല്ലാം ട്രാൻസ്ലേഷനായിട്ട് ഈ മിഡീവിയൽ ഇന്ത്യൻ ലിറ്ററേച്ചർ എന്ന് പറയുന്ന ഈ ടെക്സ്റ്റ് ബുക്കില് പരാമർശിക്കുന്നുണ്ട്. അതില് 14ാം നൂറ്റാണ്ടിലെ കാശ്മീരിയില് ലാൽ ദ്യാഡ് എന്ന് പറയുന്ന 14ാം നൂറ്റാണ്ടിലുള്ള ഒരു കാശ്മീരി കവയത്രി ഉണ്ടായിരുന്നു. അവര് അവധൂതയായ ആത്മീയ തേജസ്സുള്ള ഒരു കവയത്രിയായിരുന്നു. അതിന്റെ വലിയ പ്രത്യേകത, ഈ ലാൽ ദ്യാദ് എന്ന് പറയുന്ന ഈ 14ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഈ കവയത്രി, ഞാൻ എടുത്തു പറയുകയാണ്, കവയത്രിയാണ്. ഇപ്പൊ നമ്മള് ജെൻഡർ ഇക്വാളിറ്റി രാജ്യത്തില്ല എന്നൊക്കെ പറയുന്ന ഒരു നാട്ടിലെ കാര്യമാണ് പറയുന്നത്. അവരൊരു അവധൂതയായിരുന്നു. അവർ ഹിന്ദു മുസ്ലിം ധാരകളെ സമന്വയിപ്പിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഏറെ തന്റെ കവിതയിലൂടെ പരിശ്രമിച്ചിട്ടുള്ള ഒരു അവധൂതയുമായിരുന്നു എന്നത് ഞാൻ എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പൊ ഇനി എനിക്ക് പറയാനുള്ളത്, അദ്ദേഹത്തിന്റെ ഈ ലിറ്റററി തിയറി, ഞാൻ ഇതൊരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് പറഞ്ഞതാണ്. ഭാരതീയമായ ലിറ്റററി തിയറിയിൽ അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻസ് എന്താണെന്ന് കുറെ കൂടി വ്യക്തമായിട്ട് ഞാൻ ആ പേപ്പർ പ്രസന്റ് ചെയ്യുമ്പോൾ പറയാം. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള അദ്ദേഹം ആരായിരുന്നു, അദ്ദേഹത്തിന്റെ റോൾ എന്തായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. കേരളത്തിലെ സാഹിത്യ വിദ്യാർത്ഥികൾ, മലയാളം ഇംഗ്ലീഷ് സാഹിത്യ വിദ്യാർത്ഥികൾ, അതായത് അധ്യാപകർ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ അദ്ദേഹത്തിനെ ഗുരുസ്ഥാനീയനായി കണ്ടിരുന്നു എന്നത് ഒരു സംശയവുമില്ലാത്ത കാര്യമാണ്. ആര് അദ്ദേഹത്തിനെ സമീപിച്ചാലും സംശയങ്ങളുമായി ചെന്നാലും അത് പരിഹരിക്കാനായിട്ട് ശ്രമിച്ചിരുന്ന ഒരു ആചാര്യനായിരുന്നു അദ്ദേഹം. നമ്മള് ടീച്ചറിന്റെ റോളില് നമ്മളൊരു അധ്യാപകനാണ് എന്ന് നമുക്ക് വേണേൽ പറയാം.
അധ്യാപകൻ കുറച്ചുകൂടി ഗഹനമായ പഠനങ്ങളിൽ എത്തുമ്പോൾ അദ്ദേഹത്തിനെ പണ്ഡിതൻ എന്ന് നമുക്ക് വിളിക്കാം. ഈ പണ്ഡിതൻ പിന്നീട് പ്രത്യേകമായ നൈപുണ്യങ്ങൾ തന്റെ വിദ്യാർത്ഥികൾക്ക് പകരുമ്പോൾ അദ്ദേഹത്തിനെ നമ്മൾ ആചാര്യൻ എന്ന് നമ്മൾ വിളിക്കും. അതിനും ശേഷം ഇരുട്ടിനെ സ്വന്തം സാമീപ്യം കൊണ്ട് തന്നെ വിദ്യാർത്ഥിയുടെ അജ്ഞതയെ ഇല്ലാതാക്കുമ്പോൾ അയാൾ ഗുരു എന്ന പദവിയിലേക്ക് എത്തിച്ചേരും. നിശ്ചയമായും പണിക്കർ സാർ ഒരു ആചാര്യനായിരുന്നു എന്ന കാര്യത്തില് ഒരു സംശയവുമില്ല. അതുപോലെ അദ്ദേഹത്തിന്റെ കവിതകളുടെ പ്രത്യേകത ഒറ്റ വാക്കിൽ അതൊരു ലെഗസിയായി എടുക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കവിതയുടെ പ്രത്യേകത, എല്ലാ കവിതയും അവസാനിക്കേണ്ടത് ഒരു കതക് വലിച്ചടയ്ക്കുന്നത് പോലെയല്ല, മറിച്ച് ഒരു ജനൽ തുറന്നിടുന്നത് പോലെയാണ് എന്നാണ് പറയപ്പെടുക. അദ്ദേഹത്തിന്റെ കവിതകളുടെ എല്ലാ കവിതകളും അവസാനിക്കുന്നത് ഒരു ജനൽ തുറന്നിടുന്നത് പോലെയാണ്. അതായത് ഓപ്പൺ എൻഡഡ് ആയിട്ടുള്ള ഒരു അന്വേഷണ ത്വര, ഒരു ആത്മാർത്ഥമായ ഒരു തൃഷ്ണ. ആ തൃഷ്ണ അദ്ദേഹത്തിന്റെ കവിതകളിൽ എക്കാലത്തും നിലനിന്നിരുന്നു. അദ്ദേഹം ഒരു സ്കോളറായിരുന്നു. അദ്ദേഹം സച്ചിദാനന്ദന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്, ദരിദ്രയുടെ പുസ്തകം അക്കാലത്ത് വർഷങ്ങൾക്ക് മുമ്പ് ദരിദ്രയുടെ പുസ്തകം അമേരിക്കയിൽ അദ്ദേഹം പോസ്റ്റ് ഡോക്ടർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ പുസ്തകം സച്ചിദാനന്ദന് പോസ്റ്റിൽ അയച്ചു കൊടുത്തത് അയ്യപ്പണിക്കർ സാറാണ് എന്ന് സച്ചിദാനന്ദൻ ഓർമ്മിക്കുന്നുണ്ട് ഒരു ലേഖനത്തില്. അപ്പോ ഇങ്ങനെ ആധുനികമായ തിയറികളെ പറ്റി മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയും തുറന്ന മനസ്സോടെ ലോകത്തിലെ എല്ലാ പ്രവണതകളെയും എല്ലാ ബൗദ്ധിക ധാരകളെയും മനസ്സിലാക്കുകയും വളരെ വിപുലമായ ലോകത്തിലുള്ള എല്ലാ കോണ്ടിനെന്റ്സിലും അദ്ദേഹത്തിന് പോയറ്റ് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. നൈജീരിയയിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഇംഗ്ലണ്ടിലും യൂറോപ്യൻ രാജ്യങ്ങളിലും എല്ലാവർക്കും അദ്ദേഹത്തിന് അയ്യപ്പ എന്ന വളരെ സ്നേഹത്തോടു കൂടി ഈ പോയറ്റ്സ് വിളിക്കുന്നത് നമുക്ക് കേൾക്കാനായിട്ടുള്ള അവസരം ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ആ ഒരു സ്വതസിദ്ധമായ നർമ്മം, അദ്ദേഹത്തിന്റെ സെൻസ് ഓഫ് ഹ്യൂമർ, അതായിരിക്കാം അദ്ദേഹത്തിനെ ഇത്ര പ്രസിദ്ധനായ സുഹൃത്താക്കി മാറ്റിയത് എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും ഇത്രയും കാര്യങ്ങള് പറഞ്ഞുകൊണ്ട് ഞാൻ നമ്മളുടെ ടോപ്പിക്കിലേക്ക്, ഇന്നത്തെ ഈ മെമ്മോറിയൽ ടോക്കിന്റെ ടോപ്പിക്കിലേക്ക് വരികയാണ്. ഞാൻ അധികം സമയമെടുക്കില്ല, വളരെ ബ്രീഫായിട്ട് പണിക്കർ സാറിന്റെ ഒരു നിലപാട് എന്താണ്, അത് എങ്ങനെയാണ് ഈ ഗ്ലോബലൈസ്ഡ് കോണ്ടെക്സ്റ്റിൽ കൂടുതൽ സിഗ്നിഫിക്കന്റ് ആയിരിക്കുന്നത് എന്നാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. പ്രത്യേകിച്ചും ലിറ്റററി തിയറി നമ്മളുടെ അക്കാഡമിഷ്യൻസിന്റെ ഇടയിൽ, നമ്മളുടെ വിദ്യാർത്ഥികളുടെ ഇടയിൽ വലിയ ഒരു കൺഫ്യൂഷൻ സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യത്തിൽ, അങ്ങനെ സൃഷ്ടിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. അപ്പൊ ആ ഒരു സാഹചര്യത്തില് അദ്ദേഹത്തിന്റെ അയ്യപ്പണിക്കർ സാറിന്റെ പെർസ്പെക്റ്റീവ് ഫ്രം ദ ഇൻസൈഡ്, അത് എങ്ങനെയാണ് നമുക്കൊരു ഗൈഡിങ് ലൈറ്റ് ആവുന്നത് എന്നാണ് ഈ ബിയോണ്ട് തിയറി ഇൻട്രോഗേറ്റിംഗ് ക്ലാസ് റൂം ഡിസ്കോഴ്സ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക്കിലൂടെ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. മോഡേൺ ഡിസ്കോഴ്സ് ഇൻ തിയറി ഈസ് ലൊക്കേറ്റഡ് ഇൻ അബ്സ്ട്രാക്ഷൻസ്. The focus has been on colonial discourse, resistance, and the subaltern. Literature, especially non-Western literature, is pushed to the margins. Do we repeat the blunders of history by importing brand products from the post-modern multinational academia? The academic market is overflowing with the brands that announce a certain specialism in communications. Specialism, see, it is a term. Specialism is a special kind of language, use of a special kind of language. For example, you read these postmodern theorists, you read Derrida, you will not be able to comprehend it because you are not familiar with the language. So you need a kind of a specialism to comprehend, to understand, and to analyze these postmodern theorists. So that is what specialism is all about. Specialism in the modern discourse is the trend to evolve a special language for the selected specialist in a particular area. Modern theory renders literary endeavors more philosophical and sociological. It accepts the scientific method of inquiry, resulting in a neglect of the human and cultural concerns. There is the point.
The scientific spirit in literary theory demystifies the universe, leading to a gradual mechanization of human life. Instead of aesthetics, the student of literature looks forward to subtexts and substructures. The critical parlance is full of negativized rhetoric. See, you read postmodern theoretical constructs, you read them, you read the books, you find that there is a passion for ideas like discontinuity, decentering, indeterminacy, disruption, and so on. These are all negativized rhetoric. Is life like that? That is a question. I think it is not. Dr. K Ayyappa Paniker, in his article, Indian Literary Theory, Relevance and Retrieval, argues for the revival of long-established theories in the post-modern theoretical context. So he is looking up to the Indian literary theory, which is basically more culture-specific and more logical in arguments. He cites the theory of eco-poetics in Tolkappiyam, which relates here poetry to its time and place of origin. Tolkappiyam, a text in Dravidian poetics, underscores the human emotions conditioned by environmental factors. He also speaks about folk poetics dealing with literature, which is open-ended and dynamic. Inclusiveness rather than exclusiveness is the distinctive feature of folk art and folk culture. Ganesh and Devi, in his After Amnesia, that's the name of the book, Ganesh and Devi is a person who joins the group of Dr. Ayyappa Paniker and C.D. Narasimhaiah, who are all for propagating Indian literary theory and renewing Indian literary theory. So Ganesh and Devi, in his After Amnesia, mentions para-literature. See, it's a very important, significant term. This para-literature is something which occupies the middle space between literature and non-literature. For example, advertisement is para-literature. Folk art and literature, advertisements, religious discourses, film songs, children's literature, etc. comes under para-literature. Possibilities of research inquiry in this area is vast for all students who are listening to me, especially postgraduate students, as para-literature encompasses several unattended areas and phenomena. I will give you an example. I will give you a challenge to the students. See, why not take the cultural activity of naming, giving a name to a person or a thing or a shop or whatever it is. See, everywhere you are naming something. You give a name to the seminar, you give a name to a book. So this cultural activity of naming comes under this para-literature agenda. And why not work on that? Cultural activity of naming in Indian society can be a subject of inquiry for academic research, as the process involves a certain degree of linguistic creativity. There is a need for cultural balancing. For example, when you are giving a name to your child, see, there is a need for a cultural balancing. You will think about your religion and your gods and names of your gods, and why not have a name that is related to your favorite god. So, or you give a name to your son or your daughter as a wish fulfillment, isn't it? So there are different reasons for naming, isn't it? You give a name to an auto show, you give a name to a shop, etc. What exactly is the psychological motivations behind this process, this cultural activity of naming? Okay, so it has some psychological and imaginative interest. So anyway, writers like C.D. Narasimhaiah, Raja Rao, Ganesh and Devi, Gauri Vishwanathan, Balachandra Nemade, all of them pointed out the need for a counter-hegemonic discourse in literary theory that perceives theory from within the socio-cultural context in India.
all of them showed a remarkable resilience and confidence in the perspectives of the insider. See, this is what Ayyappa Paniker showed us. See, you have to see from the inside. You have to read everything as an insider. Ultimately, you are a product of a socio-cultural entity. So you are therefore, you have already acquired a perspective. So don't alienate yourself from that perspective in the name of anything. But you be the provincial being. All great masters are provincial. I think Shakespeare is considered a universal, but he was provincial. He is provincial. His writings are provincial. His writings are all about the what you call the native. For example, Gauri Vishwanathan, a critic, she has written a very interesting book on the British influence on Indian education. The name of the book is Mass of Conquest. It mentions the predominance of a culturally homogeneous Eurocentric curriculum in English studies, and she sees a weakness of the ruler to address his own vulnerability in terms of his right to rule Indian population. See, the exclusion of the book refers to the exclusion of Indian epistemological systems in the 19th century higher education institutions, ruling out the faintest possibility of developing self-esteem among the young learners in the universities. This speaks volumes about the politics of education in British India. And unfortunately, even today, the curriculum, the system, the university system is repeating the same historical blunder of the same neo-colonial epistemology being projected into the syllabus, into the curriculum. So this is the point where Dr. Ayyappa Paniker speaks to us. He has that confidence, like Mahatma Gandhi in politics. He had that confidence to introduce Indian perspectives and Indian literary theories and to adapt them and to modify them so that you apply it in the modern context. So therefore, his contribution to literary theory is relevant, especially in the new global culture where there is the presence of the innumerable TV channels, the mobile phones, the commodification of water, food, and even indigenous art forms. So a new global culture is obliterating the provincial cultural identity and the classroom identity. I will come to that. The identity of the student as well. The new global culture is robbing off the provincial identity, extending up to the identity of the student inside the classroom. The provincial cultures are related to time and space, while the emerging global culture is disconnected to territory. And so every student, every being is now getting migrated. See, there is a physical migration and there is a virtual migration. So migration, physical or virtual, is the hallmark of this new global culture. It is exactly in this context that you have to understand your cultural tradition. You have to understand the varieties of Indian language literature. You have to understand yourself first. You have to be true to your own background to be true to all background. So this is what I have to say about his contribution to literary theory, which is actually the legacy, which is actually the kind of inspiration for all of us, because we are all warriors, we are all intellectual warriors trying to interpret sociologically and psychologically, to interpret the meaning of life,
the meaning of culture, the meaning of identity. Now I will come to the classroom and I will conclude. See, what happens inside a classroom? Imagine an English classroom, a postgraduate English classroom. What I think is, the classroom is basically a byproduct of academic imperialism, which is defined as inequality between academies of the first world and the academy of the third world. See, there is a lack of balance between the academy, the Western academia, and Asiatic academia, or you could say Indian academia. So there is a lack of balance. What I mean is, in terms of the creative input into criticism, creative input into textbooks. When you look at the textbooks, see, this is always there. See, when you are reading literature, you are reading literature for understanding life. Then why should you call the department as Department of English? Why not call it the Department of English Studies, so that into the curriculum you should bring in Kawabata, you can bring in Japanese literature also, isn't it? Gone are the days when you insist on British literature alone or American literature alone, isn't it? So even now, because due to this first world academia, dominance of the first world academia, this lack of balance is there inside the classroom. And what happens because of this? See, this lack of balance is there. As, for example, when you choose a topic for research, for a PhD, you have a dependence on ideas. Number two, you have a dependence on media. See, the media, the news that is coming in regional newspapers is basically drawn from Reuters, and Reuters is connected to the international press industry. Three, there is a dependence on technology. You are using the pirated Microsoft software, right? So you have that dependence on technology, and you have a dependence on financial aid for research. India is not giving sufficient funding for research, but right now in the new education policy there's a change. So this academic imperialism, I am coming to the relevance of Ayyappa Paniker. Before that, I would like to tell you this. The academic imperialism accentuates cultural hegemony. This cultural hegemony happens when one country dominates and manipulates the beliefs, values, views, and perceptions of another population. This is happening, unfortunately, inadvertently in the classrooms in Indian universities, especially in the classrooms of humanities and social sciences. And this results in indirect intellectual subjugation in varied areas of life in the time of this, in the time of globalism. I will give you numerous examples of this kind of intellectual subjugation. See, look at the consumption patterns that we have. We have adopted a disposable culture pattern in consumption, and this will not work in a country where there is such a huge population. We cannot go for that. We cannot imitate the American pattern, but still we are doing that. And then in the media, again, I mentioned that. And there are corporate interests, the genetically modified seeds and all those things are coming in. And there is in agriculture, there is this dependence on the Western idea of dependence on fertilizers, chemical fertilizers. Now we realize that the green revolution even is something, a process which needs to have a rethinking about. I think Vandana Shiva has written a book on that, Green Revolution. The title of the book is Violence of the Green Revolution. That is Vandana Shiva's book. It speaks about how the chemical fertilizers destroy the soil. And then there is in the health management practices, we think that allopathy is the best thing. Allopathy is the best thing for crisis management. And in family life, there is
the least influence is on family life. We Indians, we still continue the traditional pattern of family life anyway. But in social life, the picture is a different one. And this is in numerous different ways, we are subjugated intellectually by the publishing industry and by the Western academia even today. We need a drastic revolution in curriculum construction, in classroom management, and this is possible only when you understand the insights into which Ayyappa Paniker has contributed, how Ayyappa Paniker substantiated the perspectives from within. So this subjugation is fought back by Mahatma Gandhi in politics, and I would say Richard Stallman, by propagating free software, he is doing the same thing in counteracting this subjugation in technology. And I think in Raja Rao, Gugiwa Thiongo and Ayyappa Paniker are the good examples who are creating a counter discourse to this hegemonic system. And we can follow Gugi, we can follow Ayyappa Paniker, and we will be able to fight back this dominant intellectual power which is still sustaining our academia. So this is the legacy that we should cherish, we should remember about Ayyappa Paniker. And thank you very much for giving me this opportunity to share my thoughts to all of you. I don't know whether I have exceeded my time. Sorry for that if I have exceeded my time. Thank you, Anjana. Thank you, everybody in the department. And thank you to all the students who have listened to me. Thank you very much. Thank you very much, sir. It was indeed a journey from the biography of Ayyappa Paniker to the dominant hegemony created by the Western intellectuals over the literary scenario. Thank you very much, sir, for the valuable words. Next, it's my pleasure to invite my dear students who are ready with their portrayals of Ayyappa Paniker. I invite Anjana M, Praveena Vijayan, and Archana to show their drawings. I request, please show the images in front of the camera. Thank you, sir. Good. Could you please maximize it? Thank you, sir. Yes, good. Yes. Thank you, sir. You can see. This is Adira, right? Anjana. Okay. Anjana, sir. Anjana, in which class? Third is English. That is okay. Good. Next, I invite Archana. Thank you, sir. Archana. Yes, please. Archana, right. Yeah. And next, I invite Praveena. Thank you. I'm not able to see the picture. Can you? Yeah. That's right. Yes, sir. Okay. This is the second one, right? Yeah. Anjana, I'm not able to see the picture. Can you see the picture? Yes, sir. Yeah. Can you keep it away from the camera? Yeah. Yes.
Okay, thank you. Okay, sir. Okay, sir. Okay, thank you very much, dear students, for the wonderful initiative. Next is also my pleasure to invite our dear students to give a model recitation of some of the famous poems by Dr. K Ayyappa Paniker. I invite Sandra, Aishwarya, Sri Lakshmi, Mayusha, and Akshay to give their recitations. Sandra, please. Sir. Yes, please. അനാദികാലത്തിൽ ഇരുളിന്റെ മഹാഗർത്തത്തിൽ ജീവന്റെ പൊൻവെളിച്ചവുമായി വന്നതാണ് അഗ്നി. എണ്ണവിളക്കിന്റെ തിരിയുടെ നാമ്പിൽ മന്ദസ്മിതവുമായി നിൽക്കുന്ന വെളിച്ചവും അഗ്നി. ഖാണ്ഡവവും കൗരവ പാണ്ഡവ രാജ്യങ്ങളും ദഹിപ്പിച്ചതും അഗ്നി. എന്നെയും നിന്നെയും സർവപ്രപഞ്ചവും ഭരിക്കുന്ന ദിവ്യ പ്രപഞ്ചവിധാവും അഗ്നി. ശ്രീ അയ്യപ്പ പണിക്കരുടെ അഗ്നിപൂജ എന്ന കവിതയിലെ ഏതാനും ചില വരികൾ. ആദിരാവിന്റെ അനാദിപ്രകൃതിയിൽ ആരംഭമിട്ടോര സംസ്കൃത ചിന്തയിൽ നീറിയുറഞ്ഞു മുടഞ്ഞു മുരുകിയും ഭൂതപ്രപഞ്ചമൊരുക്കും സനാതന കാലമതിന്റെ ചിതുമ്പലെരിഞ്ഞൊരു നാളമുയർന്നു തെളിഞ്ഞതാണഗ്നി നീ. സൂര്യചക്രത്തിലൊതുങ്ങി വിളങ്ങിയ വീരരസത്തെ പകർന്നു കൊടുക്കയാൽ തൻ കരൾ കൊത്തി വിഴുങ്ങുവാനെത്തുന്ന വൻ കഴുകന്റെ ചിറകടിയേൽക്കിലും ഞെട്ടാതെ ദമ്യമായി തൽസിരാചക്രത്തിൽ അത്ഭുത വീര്യമായി നിന്നതാണഗ്നി നീ. താങ്ക് യു സർ. Thank you, Sandra. Next, Aishwarya. Yes, please. നമസ്കാരം. ഡോക്ടർ കെ അയ്യപ്പ പണിക്കരുടെ കേൾക്കാതിരിക്കാൻ എനിക്കാവതില്ലേ എന്ന കവിതയിലെ ഏതാനും വരികളാണ് ഞാൻ ഇവിടെ ആലപിക്കാൻ പോകുന്നത്. എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ, എനിക്കാവതില്ലേ കളിക്കൊന്നയല്ലേ, എനിക്കാവതില്ലേ പൂക്കാതിരിക്കാൻ, എനിക്കാവതില്ലേ കളിക്കൊന്നയല്ലേ. വിഷുക്കാലമല്ലേ പോകാതിരിക്കാൻ, എനിക്കാവതില്ലേ. വിഷുക്കാലമല്ലേ പോകാതിരിക്കാൻ, എനിക്കാവതില്ലേ. വിഷുക്കാലമെത്തി കഴിഞ്ഞാൽ പുറത്തത്തിൽ ഞാൻ ഞെട്ടി ഞെട്ടി തരിക്കും. ഇരുൾ തൊപ്പി പൊക്കി പതുക്കെ പ്രഭാതം ചിരിക്കാൻ ശ്രമിക്കും. പുലർച്ചെക്കുളിർക്കാറ്റു വീശി പറക്കും, വിയൽ പക്ഷി ശ്രദ്ധിച്ചു നോക്കും. പുലർച്ചെക്കുളിർക്കാറ്റു വീശി പറക്കും, വിയൽ പക്ഷി ശ്രദ്ധിച്ചു നോക്കും. എനിക്കാവതില്ലേ പോകാതിരിക്കാൻ, എനിക്കാവതില്ലേ കളിക്കൊന്നയല്ലേ. വിഷുക്കാലമല്ലേ പോകാതിരിക്കാൻ, എനിക്കാവതില്ലേ, എനിക്കാവതില്ലേ, എനിക്കാവതില്ലേ. Thank you. Thank you, Aishwarya. Now I invite Sri Lakshmi. ഗുഡ് മോർണിംഗ് ഓൾ. ആധുനികതയെ മലയാള സാഹിത്യ ലോകത്തിന് പരിചയപ്പെടുത്തിയ നിരന്തരമായ നവീകരണത്തിലൂടെ മലയാള കവിതയെ ലോക ശ്രദ്ധയിലേക്ക് നയിച്ച കവി
ഡോക്ടർ കെ അയ്യപ്പ പണിക്കരുടെ മർത്യപൂജ എന്ന കവിതയിലെ ഏതാനും വരികൾ. നീയില്ലയെങ്കിൽ ഉദിക്കില്ല സൂര്യൻ, നീയില്ലയെങ്കിൽ കറങ്ങില്ല ഭൂമി, നീയില്ലയെങ്കിൽ ചലിക്കില്ല വിശ്വം, കറങ്ങില്ല ചന്ദ്രൻ. കത്തി നിൽക്കിൽ ഉയർന്നാടി വീശി പടർന്നാളി ആളി ജ്വലിക്കില്ല വന്നി, ഇല്ലയെങ്കിൽ മനുഷ്യ നീയില്ല, നീയില്ലയെങ്കിൽ പറക്കില്ല പക്ഷി, പാടില്ല പക്ഷി. പിറക്കില്ല പച്ചപ്പനം ദത്ത, തത്തപ്പന പച്ച കൊക്കിൽ പ്രഭാതം കുറുക്കിച്ചുനക്കില്ല, നീരാത്തിലോളം ചിരിക്കില്ല. നീയില്ല, നീയില്ല എങ്കിൽ പൂക്കൾ മണക്കില്ല, പൂഴി തരിക്കില്ല, പൂവമ്പനമ്പെയ്തു ഭൂമിക്കു ഗർഭം തൊടുക്കില്ല, നാമ്പു പൊടിക്കില്ല, കൂമ്പു കുനുക്കില്ല, പുണ്യം തളിർക്കില്ല, പാവം മനുഷ്യ നിനക്കാകെ എന്തുള്ളതെന്നൊന്നു നോക്കൂ, നിനക്കു ചുറ്റും എന്തെന്നു നോക്കൂ. താങ്ക് യു. Thank you, Sri Lakshmi. Next, I invite Mayusha. Sir. Yes, please. നമസ്കാരം. ശ്രീമതി സുഗതകുമാരിയുടെ കൃഷ്ണ നീ എന്നെ അറിയില്ല എന്ന കവിതയ്ക്ക് അല്പം കുസൃതി കലർത്തി ഡോക്ടർ അയ്യപ്പ പണിക്കർ രചിച്ച പ്രതികരണമാണ് ഗോപികാദണ്ഡകം. പ്രശസ്ത അധ്യാപകനും കൃഷ്ണാശാലിയുമായ അദ്ദേഹം അത്യാധുനികതയുടെ ആദ്യ വക്താവാണെങ്കിലും ഈ കവിതയിൽ പരമ്പരാഗത രീതിയാണ് പിന്തുടരുന്നത്. ഗോപികാദണ്ഡകം. അറിയുന്ന ഗോപികെ നിന്നെ ഞാൻ എൻ്റെ ഈ വരളുന്ന ചുണ്ടിലെ നനവാർന്നൊരോർമ്മതൻ മധുവായി മധുരമായി അറിയുന്നു നിന്നെ ഞാൻ തിരയുന്നു, തിരകോടി നിറയുന്ന കാളിന്തി ഉണരുന്ന പുതുമോഹയാമങ്ങളിൽ, ഗോക്കളലയുന്ന വൃന്ദാവനത്തിൻ്റെ വൃക്ഷത്തണൽ തട്ടി എന്തോ കളഞ്ഞതു തേടുന്ന കാറ്റായി, കാറ്റിലെ നവപുഷ്പരാഗാർദ്ര സുസ്മേരമായി എന്റെ ഗതകാല വിസ്മൃതി തിരമാല ചാർത്തുന്നൊരഴലായി, അഴൽ ചേർന്നൊരഴകായി നിന്നെ ഞാൻ അറിയുന്നു ഗോപികേ. താങ്ക് യു. Thank you, Mayusha. Next, I invite Akshay. ശ്രീ അയ്യപ്പ പണിക്കരുടെ പകലുകൾ രാത്രികൾ എന്ന കവിത 70-80 കാലഘട്ടത്തിലെ യുവാക്കളുടെ ആത്മഗീതമായിരുന്നു. വേർപിരിയൽ, വിരഹം തുടങ്ങിയവയെക്കുറിച്ചുള്ള ആശങ്കയിൽ നിൽക്കുന്ന മനുഷ്യന്റെ വികാര വിക്ഷോഭങ്ങളാണ് കവിതയിലുടനീളം പ്രകടമാകുന്നത്. ദീർഘമായ കവിതയിലെ ചെറിയ ഒരു ഭാഗം. നീ തന്നെ ജീവിതം സന്ധ്യേ, നീ തന്നെ മരണവും സന്ധ്യേ, നീ തന്നെ ഇരുളുന്നു, നീ തന്നെ മറയുന്നു, നീ തന്നെ സന്ധ്യേ. നിൻ കണ്ണിൽ നിറയുന്നു നിബിഡാന്ധകാരം, നിൻ ചുണ്ടിലുറയുന്നു ഘനശൈത്യഭാരം, നിന്നിൽ പിറക്കുന്നു രാത്രികൾ, പകലുകൾ നിന്നിൽ മരിക്കുന്നു സന്ധ്യേ. നീ രാത്രിതൻ ജനനി, നീ മൃത്യുതൻ കമനി, നീ പുണ്യപാപ പരിഹാരം. നരവന്നു മൂടിയ ശിരസിൽ മനസ്സിൽ നരനായൊരോർമ്മ വിളറുന്നു. നരകങ്ങളെങ് എന്റെ സ്വർഗങ്ങളെങ് അവകൾ തിരയുന്നു നീ തന്നെ സന്ധ്യേ. കണ്ണാടിയിൽ മുഖം കാണുന്ന സമയത്തു കണ്ണുകൾ അടഞ്ഞു വെറുപ്പാൽ, കനിവിന്റെ നനവൂറി നിൽക്കുന്ന കണ്ണുമായി
വരിക നീ സന്ധി കനിവിന്റെ നനവൂറി നിൽക്കുന്ന കണ്ണുമായി വരിക നീ സന്ധി. താങ്ക് യു സർ. Thank you, my dear students, to take us to the world of Ayyappa Paniker through these wonderful renditions. And it will be a pleasure for all of us to listen to the original voice of Ayyappa Paniker in this moment. I request Ranjit sir to play the audio. ചരിത്രം 1951-57. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവഃ മാമകാ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ചക്രവാളത്തിനപ്പുറം ചൂടുകൾ ഞെട്ടി വന്നു പിറന്ന നക്ഷത്രമേ, നീയുണരുകവാനിൽ ഈ പാരിന്റെ ചോരയൂറുവാൻ നാടി തുടിക്കുവാൻ. താഴെ നോക്കൂ മൽജീവിത പ്രേമതാരകമേ, അതാണെൻ പ്രപഞ്ചം. ഞങ്ങൾ മർത്യർ കഴിച്ചുകൂട്ടുന്ന രംഗമണ്ഡപം. കേൾക്കുന്നുവോ നീ ഞങ്ങൾ മർത്യർ നടനമാടുന്ന സങ്കടങ്ങൾ മൗനഗീതങ്ങൾ. നീ പൊഴിയുക നിന്നയനത്തിൻ നീർക്കണങ്ങൾ പ്രകാശബിന്ദുക്കൾ. ആ വഴിയിൽ നീ കാണുന്നു മർത്യഭാവനയുടെ സൃഷ്ടിവിശേഷം. ആളുതിക്കി തിരക്കിയേറുന്നതാണു ചന്തയഥാണൻ പ്രപഞ്ചം. വിൽപ്പനയ്ക്കു ചരക്കുകളും പേറി വിൽപ്പനക്കാർ വരുന്നു പോകുന്നു. തങ്ങളെ തന്നെ വിൽക്കുന്നു, വീണ്ടും തങ്ങൾ തന്നെ വിലപേശി നിൽപ്പൂ. കണ്ണു കണ്ണീർ കുടിക്കുന്നു, വേവും ചെന്നിണം കുടിക്കുന്നു സിരകൾ. മജ്ജ വീണ്ടും നുണഞ്ഞിറക്കുമെതസ്ഥിമാടം തൊലികളരുന്നു. പൂക്കളെ പിൻവലിക്കുന്ന വേരുപൂത്തു നിൽക്കുന്ന മണ്ണു വിഴുങ്ങുന്നു. ഞങ്ങൾ മർത്യർ കഴിച്ചു കൂട്ടുന്ന മന്നിടമത കാണുന്നു താഴെ. മന്ത്രമോദി വരച്ച കളങ്ങളിൽ നെയ്വിളക്കിന്റെ ശീതളദീപ്തിയിൽ വേദിയിൽ ഉയർന്നുരുകുന്നു വേദനയുടെ രോദനം കേൾക്കൂ. സുഖം ദേഹി ഋഷികേശ, സുഖം ദേഹി ജനാർദ്ദന. Nothing more to say. It feels like words from heaven. And it's awesome to make him one of our participants in this function. Blessed words. Now I invite Sneha to introduce Ayyappa Paniker's Lay of the Anglet, Chilambinda Gada. Sneha, please. Good afternoon, all. I am Sneha of Third Sem English, here to give a brief introduction of the poem "Lay of the Anglet" by P.P. Ravindran. It is an English translation of Malayalam poem Chilambinda Gatha, written by K Ayyappa Paniker, based on Silappatikaram, a Tamil epic composed by the saintly Ilango Vadigal. This poem is based on the transformation of a normal woman, Kannagi, into a goddess due to the power of her chastity. It is her anklet that is described in this poem. It is believed that
Kannagi is worshipped in Kerala as Kodingalur Bhagavati. K Ayyappa Paniker was an influential Malayalam poet, literary critic, and scholar in modern and postmodern literary theories. The poem Lay of the Anklet is divided into three parts. First part brings tragic story of Kannagi to the minds of readers. Second part poetically describes the romantic mood of chaswoman Kannagi and her husband Kovalan during their honeymoon days. Third part describes agonies that Kannagi faced in her life and Ilango Adigal's treatment of story of Kannagi. The poem ends on an evocative note. The poet is full of wonder as he looks back at Kannagi, who burned the royal city along with their pride on one hand and act as a deity who nurses the broken hearts on other hand. In second part of poem, poet leaves a stanza to Kannagi to describe her ruse, her fury, and all her encompassing power that transforms her into a raging fire in power-packed words. Okay, now we can look into two lines of this poem spoken by Kannagi herself. I lost my man I knew, lost too the wealth of my love and life. I learned my life's lesson then. Life's truth is not in its wealth or its lack. In these lines, we can see a normal woman Kannagi quoting an important lesson of life to the readers of poem. That is, life's truth is not in its wealth or its lack. The portrait of Kannagi's life, her hardships she faced in her life, imparts a confidence to every woman to counter many challenges in their life. It may act as a fuel to make their setback their comeback. The core themes of this poem are very relevant in present scenario too. So it is well read even today and finds resonance in every heart. Thank you everyone for giving me this opportunity. Thank you. Thank you, Sneha, for these nice words. If anyone wants to say a few words on Ayyappa Paniker or any of his poems, is welcome. Shall we wait for 1 minute for that? If anyone, any student or teacher or whoever it may be, anyone want to say anything? If not, we can move on with our official word of thanks. Okay. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ വേണുഗോപാൽ സർ, ഇന്നത്തെ വിശിഷ്ടാതിഥി പ്രിയപ്പെട്ട ഉണ്ണികൃഷ്ണൻ സർ, ഇംഗ്ലീഷ് വിഭാഗം മേധാവി അഞ്ജന ടീച്ചർ, പ്രിയപ്പെട്ട പാർട്ടിസിപ്പൻസ്, എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ ഒരു നമസ്കാരം. ചില കാര്യങ്ങൾ ഒരു നിയോഗം പോലെയാണ്. അയ്യപ്പ പണിക്കർ സാറ് എൻ്റെ ഒരു ക്ലാസ്സിൽ ഔപചാരികമായിട്ട് ഇരിക്കാനുള്ളൊരു ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടില്ല. പക്ഷെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുമ്പോഴും അല്ലാതെയും ഒക്കെ ആയിട്ട് ഏകദേശം 7-8 സെഷൻസ് അദ്ദേഹത്തിന്റെ ടോക്ക് കേൾക്കാനും 2005 ഒരു ഡോക്യുമെന്ററി അദ്ദേഹത്തെ കുറിച്ച് ചെയ്തപ്പോ ക്ലാസ് റൂമിൽ അദ്ദേഹം ക്ലാസ് എടുക്കുന്ന ഒരു സീൻ റീക്രിയേറ്റ് ചെയ്തു. അപ്പം സുഹൃത്തുക്കളോടൊപ്പം അതിൽ ഇരിക്കാനും ഒക്കെ ഒരു ഭാഗ്യം ഉണ്ടായി. ഇന്ന് 90 വർഷങ്ങൾ അദ്ദേഹം ജനിച്ചിട്ട് പൂർത്തിയാകുമ്പോൾ ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കാൻ കഴിഞ്ഞതും അതിൽ ഉണ്ണിസാറിനെ പോലെ ഒരാളിനെ നമുക്ക് അതിഥിയായിട്ട് കിട്ടിയതും അതിൽ വോട്ട് ഓഫ് താങ്ക്സ് പറയാൻ ഒരു ഭാഗ്യം കിട്ടിയതും ഒക്കെ ഒരു വലിയ നിയോഗമായിട്ട് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഒരുപക്ഷെ പുതിയ തലമുറയ്ക്ക് ഈ ഒരു സെഷൻ കഴിഞ്ഞപ്പോ സർ എന്താണ് എന്നൊരു കൃത്യമായ ധാരണ സൃഷ്ടിക്കാൻ നമ്മൾക്ക് കഴിഞ്ഞു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അധികം ദീർഘിപ്പിക്കുന്നില്ല, ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ആദ്യമായി നന്ദി പറയാനുള്ളത് NSS കോളേജ് പന്തളം പ്രിൻസിപ്പൽ ഡോക്ടർ എസ് വേണുഗോപാൽ. നമ്മളുടെ ഏതൊരു പ്രോഗ്രാമിനും സാറിന്റെ പൂർണ്ണമായ പിന്തുണ, സഹകരണം എന്നും ഉണ്ടാവാറുണ്ട്. ഔപചാരികതയുടെ പേരിൽ മാത്രം ബഹുമാനപ്പെട്ട വേണു സാറിന് ഡിപ്പാർട്ട്മെന്റിന്റെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി ഏറെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ എന്നും കാണുന്ന ഡോക്ടർ കെ ഉണ്ണികൃഷ്ണൻ, പ്രിയപ്പെട്ട ഉണ്ണി സാർ,
സാറിന് നന്ദി പറയാന്ന് പറയുന്നത് തന്നെ ഒരല്പം അഹങ്കാരമാണ്. കാര്യം ഞാൻ വിചാരിക്കുന്നത് തറവാട്ടിലേക്ക് പുതിയ അംഗങ്ങളെ കാണാൻ സാർ തിരിച്ചു വന്നു എന്ന് മാത്രമാണ്. അത്ര സ്നേഹത്തോടെയും കരുതലോടും കൂടി തന്നെയാണ് സാറ് എന്നോടും എല്ലാവരോടും പെരുമാറുന്നത്. ഇപ്പോഴും ഒരു പുതിയ പ്രോഗ്രാം ആലോചിക്കുമ്പോൾ അഞ്ജന ടീച്ചറായാലും ഞാനായാലും ഒക്കെ സാറിനോടും കൂടെ ഒന്ന് സംസാരിക്കാൻ ശ്രമിക്കാറുണ്ട് പലപ്പോഴും. വളരെ രസകരമായി കുറഞ്ഞ സമയം കൊണ്ട് സാറ് അയ്യപ്പ പണിക്കർ സാറിനെ കുറിച്ച് ഒരു കൃത്യമായ ധാരണ സമ്മാനിച്ചു. എല്ലാവരുടെയും പേരിൽ സാറിന് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി ഏതൊരു പ്രോഗ്രാമിനും ഒരു ലീഡർഷിപ്പ് അത്യാവശ്യമാണ്. എപ്പോഴും പറയുന്ന പോലെ ഒരു ക്യാപ്റ്റൻ ഓഫ് ദ ഷിപ്പ്, അങ്ങനെ ഒരു ഭാഗ്യവും ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിനുണ്ട്. HOD ആയിട്ട് അഞ്ജന ടീച്ചർ, ഡോക്ടർ ജെ അഞ്ജന ടീച്ചറിനും ഓരോരുത്തരുടെയും പേരിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തുന്നു. ഈ ചടങ്ങിന് സ്വാഗതം ആശംസിച്ച പ്രിയപ്പെട്ട ശംഭു, ഈ പ്രോഗ്രാം ഇത്രയും വൈബ്രന്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോയ പ്രിയപ്പെട്ട പ്രസാദ്, എന്റെ കൊളീഗ്സ് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ഈ ചടങ്ങിലൂടെ അയ്യപ്പ പണിക്കർ സാറിനെ തിരിച്ചു തന്ന നമ്മളുടെ പ്രിയപ്പെട്ട കുട്ടികള് പെയിന്റിങ്സിലൂടെയും കവിത ആലപിച്ചതിലൂടെയും ഒക്കെ സാറിന്റെ സാന്നിധ്യം ഒരല്പം കണ്ണു നനയിച്ചു ചില വരികൾ പറഞ്ഞപ്പോ. അതുപോലെ ചിലമ്പിന്റെ ഗാഥയുടെ ഒരു അനാലിസിസും നമ്മൾ കേട്ടു. ആ കുട്ടികളോട് ഒരു പ്രത്യേക സ്നേഹം ഈ പങ്കെടുത്ത ഓരോരുത്തരുടെയും പേരിൽ ഞാൻ അറിയിക്കുന്നു. നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂഷന് പുറത്തു നിന്നുള്ള അധ്യാപകർ, മറ്റ് കുട്ടികൾ, നമ്മളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ചില അധ്യാപകർ വീണ്ടും ഈ ഒരു സെഷന്റെ ഭാഗമായി. അതൊക്കെ നമ്മളൊരു വലിയ പുണ്യമായിട്ട് കരുതുന്നു. ഇനിയും ഇത്തരം പ്രോഗ്രാംസിൽ എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ കുട്ടികൾക്കൊരു നന്ദി പറയേണ്ട ആവശ്യമില്ല, കാര്യം നിങ്ങൾ ഞങ്ങളുടെ ഭാഗമാണ്. എങ്കിലും ഈ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാ കുട്ടികൾക്കും, ഞാൻ ആരെയും മിസ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കുന്നു, എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. Thank you, sir. Thank you. Thank you all. Shall we Yeah. Yes, Vijay. Yes, Vijay. Thank you.